ഷെഡിൽ കഴിയുന്നതിനെ മനം നൊന്ത് അഭിമാനബോധമുള്ള ഒരു പെൺകുട്ടിയെ ഷെഡിൽ കഴിയേണ്ടി വരുന്നതിൽ മനം നൊന്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നവരുടെ മുത്തശ്ശിയാണ് നമ്മളോട് പറഞ്ഞത്. റഹീസ് റഷീദ്, ഇപ്പോൾ അതിദരിദ്രർക്കുള്ള പദ്ധതിയാണ് ഈ PMA ഫണ്ട് പദ്ധതി. ഈ അതിദരിദ്രർക്ക് സർക്കാർ തന്നെ അത് ലൈഫ് മിഷനുമായി യോജിപ്പിച്ചുകൊണ്ട് കുറച്ചുകൂടി പണം നൽകുമെന്നുള്ള വാഗ്ദാനമാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. പക്ഷേ എന്നിട്ടും അത് നൽകുന്നില്ല എന്നുള്ളത് വലിയ ഏറ്റവും സങ്കടകരമായ അവസ്ഥയാണ്. റഹീസിന് ഇപ്പോൾ എത്ര ആളുകളെ ഈ തരത്തിൽ പാതിവഴിയിലായ പിരിവഴിയിലായ എത്ര ആളുകളെ കാണാനായി റഹീസ്? സ്മൃതി, നമ്മൾ ഇന്നലെ ഇന്നുമായി ഏതാണ്ട് 6-7 വീടുകളിൽ പോയി അവരുടെ ദുരവസ്ഥകൾ കണ്ടിരുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രശ്നമായി നമുക്ക് തോന്നുന്നത് ഇതിനേക്കാൾ ഇപ്പോൾ അവർ താമസിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളോട് കൂടി ജീവിച്ചു വന്നിരുന്ന കുടുംബങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം കിട്ടും, നല്ലൊരു വീട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ഉണ്ടായിരുന്ന വീട്, കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും 3 സെന്റോ 4 സെന്റോ 5 സെന്റോ മാത്രമാണ് ഉള്ളത്. ഇവർക്ക് പുതിയ വീട് വെക്കാൻ പഴയ വീട്ടിൽ തന്നെ താമസിച്ച് പുതിയൊരു സ്ഥലത്ത് തറയിടണമെങ്കിൽ അതിനുള്ള സ്ഥലമോ മാർഗമോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ പുതിയൊരു വീട് കിട്ടുമല്ലോ എന്നോർത്ത് പഴയ വീട് തട്ടിക്കളഞ്ഞ് താൽക്കാലികമായി 2-3 മാസം വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരു ഷെഡ് പണിത് അവിടെ താമസിക്കുകയായിരുന്നു ഇവർ. പക്ഷേ ഈ 2-3 മാസം എന്ന് കരുതിയത് 1.5 വർഷവും 1.25 വർഷവുമായി ഓരോ ആളുകളും ജീവിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് മാത്രമല്ല, പല ആളുകളും പൈസ കടമെടുത്തിട്ട് വാർക്ക വരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ അവരോട് പറഞ്ഞിരിക്കുന്നത് വാർക്ക വരെ എത്തിച്ചാൽ അടുത്ത ഗഡു തരാമെന്നാണ്. അങ്ങനെ പോലും ഗഡു പലർക്കും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെന്താണ് പോംവഴി എന്ന് ആർക്കും അറിയില്ല എന്നതാണ്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള മാർഗം അധികൃതരുടെ ഭാഗത്തുണ്ടാകണം. ഇത് ഏത് ബോഡിയോട് സംസാരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ പണം കൊടുക്കേണ്ടത്, ജില്ലാ പഞ്ചായത്തും കൊടുക്കണം, സംസ്ഥാന സർക്കാരും കൊടുക്കണം, കേന്ദ്രവും കൊടുക്കണം. കേന്ദ്രത്തിന്റെ വിഹിതം ഒരളവോളം വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇത് ആര് കൊടുക്കും എന്ന് ചോദിക്കുമ്പോൾ ഒരു സിംഗിൾ പോയിന്റിൽ ഉത്തരം നൽകാൻ ആരുമില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ പോകുമ്പോൾ ബ്ലോക്കിൽ പോകുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ എന്ന് പറഞ്ഞ് ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് ആളുകൾ. വലിയ അവകാശവാദങ്ങൾ, എല്ലാവർക്കും വീട് നൽകി എന്നുള്ള വലിയ അവകാശവാദങ്ങൾ സർക്കാർ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പാനന്തരം ദുരിത ജീവിതത്തിന്റെ കണക്കുകളും പ്രതികരണങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. റഹീസ് റഷീദും MG പ്രതീക്ഷയുമാണ് വിവരങ്ങൾ നൽകുന്നത്.